സുഭാഷിതം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് ചില നിയമനങ്ങൾ കൊടുത്തതായി കാണുന്നു. അവരെ എന്തിനാണ് നിയമിച്ചതെന്ന് 14-15 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 പേരെ നിയമിച്ചു എന്ന് കാണുന്നു. Then he appointed 12 that they might be with him, and that he might send them out to preach, and have power to heal sickness and to cast out demons. ഈ സംഭവം മത്തായിയും ലൂക്കോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് തിരഞ്ഞെടുത്ത ഈ 12 പേരെക്കുറിച്ച് അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇവരെ യേശുവിൻ്റെ ശിഷ്യന്മാരെന്നും അപ്പോസ്തലന്മാരെന്നും അറിയപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുന്നത്, ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്തു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന് പേർ വിളിച്ചു. യേശു കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. യേശുവിനെ നാം മാതൃകയാക്കി ജീവിക്കുമ്പോൾ എപ്പോഴും ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് ദൈവത്തോട് വളരെ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കണം. ഇന്നും യേശുവിൻ്റെ ശിഷ്യന്മാർക്കുള്ള ദൗത്യം അന്ന് യേശു കർത്താവ് ശിഷ്യന്മാരെ എന്തിനു വേണ്ടി നിയമിച്ചുവോ അത് തന്നെയാകുന്നു ഇപ്പോഴും. 12 പേരിൽ ഒന്നാമൻ ശിമോൻ പത്രോസ്. അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു അന്ത്രയോസ്. ഇവരുടെ 2 പേരുടെയും ജോലി മീൻപിടുത്തം. യേശു അവരെ കണ്ടിട്ട് അവരോട്, എന്നെ അനുഗമിപ്പീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് അവനെ അനുഗമിച്ചു എന്നെഴുതിയിരിക്കുന്നു. പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനായിരുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതൊരു കാര്യത്തിനും വരുംവരാഴികൾ നോക്കാതെ തത്രപ്പെട്ട് കാൽച്ചുവടുകൾ വയ്ക്കുന്നയാൾ. ഒരിക്കൽ യേശു ശിഷ്യന്മാരോട്, നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. യേശുവിനെ മശികയായി അദ്ദേഹം മനസ്സിലാക്കി. കർത്താവ് അവന് പാറക്കഷ്ണം എന്നർത്ഥമുള്ള പത്രോസ് എന്ന് പേരിട്ടു. യേശുവിനോടൊപ്പം നടന്ന ഈ ശിഷ്യൻ അവസരം കിട്ടിയപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഒരു ഭീരുവായിരുന്നെങ്കിലും പിന്നീട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യമൊന്ന് കാണേണ്ടതായിരുന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരാണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതും സഭയോട് ചേർന്നതും. 2 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. അവസാനം തലകീഴായി തന്നെ ക്രൂശിച്ച് രക്തസാക്ഷിത്വം വഹിച്ചു എന്ന് ചരിത്രം പറയുന്നു. അന്ത്രയോസ് മറ്റുള്ളവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഉത്സാഹം കാണിച്ചവനാണ്. മനുഷ്യനെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ അർത്ഥവത്തായിരുന്നു. യാക്കോബും യോഹന്നാനും സബദിയുടെ മക്കൾ. ഇവർക്ക് ഇടിമക്കൾ എന്നൊരു പേരും കൂടെയുണ്ട്. അവരും മീൻപിടുത്തക്കാരായിരുന്നു. വല നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് യേശു അവരെ വിളിച്ചത്. യേശുവിൻ്റെ രാജ്യത്തിൽ പ്രത്യേക സ്ഥാനം ആവശ്യപ്പെട്ടവരാണിവർ. യേശുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരായിരുന്നു പത്രോസും യാക്കോബും യോഹന്നാനും. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ആദ്യം രക്തസാക്ഷിത്വം വഹിച്ചത് യാക്കോബാണ്. യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്ന വ്യക്തിയായിരുന്നു യോഹന്നാൻ. വെളിപ്പാട് പുസ്തകം ഉൾപ്പെടെ യോഹന്നാൻ 5 പുസ്തകങ്ങൾ എഴുതി. ഫിലിപ്പോസും മീൻപിടുത്തക്കാരനായിരുന്നു. ചോദ്യം ചോദിക്കുന്ന സ്വഭാവക്കാരൻ. പിതാവിനെ കാണിച്ചു തരണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടവൻ. അദ്ദേഹം ഒരു ആളാംപ്രതി വേലക്കാരനായിരുന്നു എന്ന് തെളിവുണ്ട്. സത്യം ഗ്രഹിക്കാൻ അല്പം താമസമുള്ളവനായിരുന്നു അദ്ദേഹം. ബർത്തലോമായി. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് നഥനയേൽ. കപടമില്ലാത്തവനും സത്യസന്ധനുമായിരുന്നു എന്നുള്ള സ്വഭാവ വിശേഷമുണ്ട്. കർത്താവ് അവനെക്കുറിച്ച് പറഞ്ഞത്, സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന്. ലേവി അഥവാ മത്തായി. അദ്ദേഹം ചുങ്കം പിരിവുകാരനായിരുന്നു. തൻ്റെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ. എങ്കിലും യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ ലാഭകരമായ തൊഴിൽ ഉപേക്ഷിച്ച് യേശുവിനെ പിൻഗമിച്ചു. അദ്ദേഹം ഒരു സുവിശേഷവും എഴുതി. തോമസ് അഥവാ ദിദിമോസ് ഒരു സംശയാലുവായിരുന്നു, ഒപ്പം ധീരനും.
മരിക്കേണ്ടി വന്നാലും യേശുവിനോടൊപ്പം ബേഥാനിയയിലേക്ക് പോകുവാൻ തയ്യാറായി. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അൽഫായുടെ മകനായ യാക്കോവും യേശു കർത്താവിൻ്റെ ശിഷ്യനായിരുന്നു. തദ്ദായിക്ക് യൂദ എന്നൊരു പേരും കൂടിയുണ്ട്. ലോകത്തിന് തന്നെത്താൻ വെളിപ്പെടുത്താതെ എന്തുകൊണ്ട് ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്നു എന്ന് കർത്താവിനോട് ചോദിച്ച വ്യക്തിയാണ്. നല്ല ദേശഭക്തനായിരുന്ന എരിവുകാരനായ ശീമോനാണ് അടുത്ത ശിഷ്യൻ. ചതിയനും അത്യാഗ്രഹിയുമായിരുന്ന ഇസ്കരിത്ത യൂദയും യേശു തിരഞ്ഞെടുത്തവരിൽ ഉണ്ടായിരുന്നു. കർത്താവിന് ഒറ്റയ്ക്ക് കൊടുത്തു. 3.5 വർഷക്കാലം കൂടെ നടന്നിട്ടും യേശുവിനെ യഥാർത്ഥമായി തിരിച്ചറിയുവാൻ കഴിയാതിരുന്ന ശിഷ്യൻ. കർത്താവിൻ്റെ 12 ശിഷ്യന്മാരുടെ അല്പമായ സ്വഭാവ വിശേഷങ്ങൾ നാം ചിന്തിച്ചു. വിസ്താര ഭയത്താൽ തെളിവുകൾ പറഞ്ഞില്ലെന്ന് മാത്രം. വിവിധ സ്വഭാവക്കാരായ ശിഷ്യന്മാരെ യേശു സ്നേഹിച്ചു. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ഗോഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ്. എനിക്കായി സഹിപ്പാൻ